നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സിനിമാ സംഘടനകൾ പറയുന്നത്. ഷൈനെ താൽക്കാലികമായി സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താനാണ് നീക്കം നടക്കുന്നത്. തിങ്കളാഴ്ച ചേരുന്ന ഫിലിം ചേംബറിന്റെ യോഗത്തിൽ ഈ തീരുമാനമുണ്ടാകും. ഷൈനിന്റെ വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണെന്ന് താരസംഘടനയായ അമ്മ നിലപാടെടുത്തിട്ടുണ്ട്. ഫിലിം ചേംബറിനും താരസംഘടനയായ അമ്മയ്ക്കുമാണ് നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയത്. പരാതിയുടെ ഗൌരവം കണക്കിലെടുത്ത ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം. താൽക്കാലികമായി സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തിയേക്കും. പുതിയ പ്രൊജക്ടുകൾ കമ്മിറ്റ് ചെയ്യാനാവില്ല. നന്നാവാൻ ഒരവസരം കൂടി നൽകും. തിങ്കളാഴ്ച ചേരുന്ന ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ പരാതി റിട്ടേൺ കൊടുത്തിട്ടില്ലെങ്കിലും ആ പരാതി ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച സാഹചര്യത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം തിങ്കളാഴ്ച 3 മണിക്ക് ചേംബർ ഹാളിൽ വെച്ച് വിളിച്ചിട്ടുണ്ട്. ഈ കാര്യം ചർച്ച ചെയ്യും. അതിനകത്ത് യാതൊരു വിധത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ശിക്ഷണ നടപടികൾ, അതായത് മാറ്റി നിർത്തൽ ഉൾപ്പെടെ കാര്യങ്ങളെക്കുറിച്ച് ഗൌരവമായി ആലോചിക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണ് താരസംഘടനയായ അമ്മ. ഷൈനെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. വിശദീകരണം ലഭിച്ചാലും ഇല്ലെങ്കിലും എത്രയും വേഗം നടപടിയുണ്ടാകുമെന്ന് അഡ്ഹോക് കമ്മിറ്റി അംഗം വിനു മോഹൻ പറഞ്ഞു. നമ്മളിപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഷൈനെ റീച്ച് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഫോണിൽ അങ്ങനെ ഒരു അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇൻഷോട് നമ്മൾ സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ എല്ലാം സംസാരിച്ചിരുന്നു. അപ്പം ഇതെന്തായാലും ഈ ഒരു അടുത്ത സാറ്റർഡേ സൺഡേ കഴിഞ്ഞ ഒരു അടുത്ത തിങ്കളാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആ വിശദീകരണം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര പരാതി പരിഹാര സെൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ 1 വർഷം വരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനാകും. സർക്കാർ ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കുരുക്ക് മുറുകുകയാണ്. ന്യൂസ് 18 കൊച്ചി.